ക്രൂശിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിലെ ഇന്നത്തെ ധ്യാനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങൾ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. ക്രൂശിങ്കിലേക്ക് നാം നോക്കുമ്പോൾ ക്രൂശിതൻ്റെ നോട്ടം തൻ്റെ ചുറ്റും നിൽക്കുന്നവരിലേക്കാണ്. കൈകളിൽ ആണികൾ പതിച്ചും കാല് ആണികൊണ്ട് ആഞ്ഞടിച്ചും ശരീരം മുഴുവൻ 3 ആണിമേൽ തൂങ്ങി നിൽക്കുമ്പോഴും ക്രിസ്തു എന്ന ദൈവപുത്രൻ യേശു ക്രിസ്തു പുതിയ ഒരു ലോകത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. അത് ദൈവരാജ്യത്തിൻ്റെ ബന്ധങ്ങളെ കാണിക്കുന്നതാണ്. അത് സഭയുടെ അടിസ്ഥാന സ്വഭാവത്തെ കാട്ടിത്തരുകയാണ്. സഭ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കാട്ടിത്തരുകയാണ്. വ്യക്തിപരമായ വേദനയിലൂടെയും കഠിനമായ ശോധനയിലൂടെയും ഒരുപക്ഷെ അനീതിപരമായ ദുരന്തത്തിലൂടെയും കടന്നു പോകുന്ന നിമിഷത്തിൽ പോലും ചേർത്തു പിടിക്കുവാൻ, കരുതുവാൻ, തള്ളിക്കളയാതിരിക്കാനുള്ള സൂക്ഷ്മതയാണ് ക്രിസ്തു നൽകുന്നത്. അതിമനോഹരമായി ക്രൂശിതൻ ഇത് പറയുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. താൻ സ്നേഹിച്ച ശിഷ്യനോട്, ദൈവസ്നേഹത്തെക്കുറിച്ച് താൻ പഠിപ്പിച്ച ശിഷ്യനോട്, നാളിതുവരെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ, സഭയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് പഠിപ്പിച്ച ശിഷ്യനോട്, തൻ്റെ ഹൃദയത്തെ അറിയാവുന്ന ശിഷ്യനോട് പറയുകയാണ്, തൻ്റെ അമ്മയെ നീ ഇനി ചേർത്തുകൊള്ളണം. അമ്മയോട് പറയുകയാണ്, ഈ മകനെ നീ ഇനി സ്വീകരിക്കണം. രക്തബന്ധങ്ങൾക്കപ്പുറമായ സ്നേഹബന്ധങ്ങളും പരമ്പരാഗത നിർവചനത്തിനപ്പുറമായ കൂട്ടായ്മകളും ക്രിസ്തു തുറക്കുകയാണ്. ഓരോ ആലയത്തിലും കടന്നു വരുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ഈ വചനം മാതൃകയാകേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ദേവാലയങ്ങളുടെ വാതിക്കൽ എഴുതി വെക്കാവുന്ന മറ്റൊരു വാക്യം കൂടെയാണ് ഇത്. അമ്മ ഇല്ലാതെ വളരേണ്ടി വരുന്നവർക്ക് അമ്മമാരാണെന്ന സ്നേഹം നൽകാനും, മക്കൾ കൂടെ ഇല്ലാത്തവർക്ക് മക്കളായി തീരാനും, അങ്ങനെ സാഹോദര്യത്തിൻ്റെ, സകുടുംബത്തിൻ്റെ ഒരനുഭവം പങ്കുവയ്ക്കുവാനും സാധിക്കുന്നതാണ് ശരിയായ സഭ. ക്രിസ്തു പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം, വ്യക്തിപരമായ ഏത് തീഷ്ണ നൊമ്പരത്തിൽ കടന്നു പോകുമ്പോഴും സ്നേഹത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുവാനും, സ്നേഹത്തിൻ്റെ നിയോഗം ഏറ്റെടുക്കുവാനും, സ്നേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനും മറന്നുപോകരുത് എന്നുകൂടെയാണ്. ദൈവം സ്നേഹത്താൽ, പുതിയ കരുതലിനാൽ ഈ നോമ്പുകാലത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.